കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ന്യൂബോൺ ICUവിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. 23 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞ്, അഥവാ 5.5 മാസം, ഒരു ഗർഭകാലത്തിൻ്റെ പകുതി. അമ്മയ്ക്ക് എന്തൊക്കെയോ ഇൻഫെക്ഷൻ, അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ആ ഒരു കുഞ്ഞ് ഇത്ര നേരത്തെ തന്നെ പുറത്തേക്ക് വന്നത്. ജനിച്ച ഉടനെ കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഏകദേശം ഒരു 2 ആഴ്ച കാലത്തോളം ആ കുഞ്ഞ് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി CPAP എന്ന് പറഞ്ഞ മെഷീനിലേക്ക് മാറ്റിയിരുന്നു. അതായത് CPAP എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ് റെസ്പിറേറ്ററി സപ്പോർട്ട്. CPAPൽ തന്നെ വാവ ഒരു 3.5 ആഴ്ചയോളം കിടന്നു. അതിനുശേഷം തുടർന്ന് സ്വന്തമായി ശ്വസിക്കാനും അതൊക്കെ തുടങ്ങി. പിന്നെ ഒരു 100 ദിവസത്തോളം വാവ ഞങ്ങളുടെ ICUവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 100 ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് ആ വാവയെ പൂർണ്ണ ആരോഗ്യത്തോടെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റി എന്നുള്ളത് ഞങ്ങൾക്കും, അതായത് ഞങ്ങളുടെ NICU ടീമിനും അതുപോലെ തന്നെ ഇക്ര ഹോസ്പിറ്റലിനും ചാരിതാർത്ഥ്യമേകുന്ന ഒന്നാണ്. അമ്മയുടെ ഗർഭപാത്രത്തോളം വരില്ലെങ്കിലും നവജാത ശിശു ICUവിലെ നഴ്സുമാരുടെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും തീവ്ര പരിചരണവും അതുപോലെ മാതാപിതാക്കളുടെ ക്ഷമയോടെയുള്ള കാത്തിരിപ്പും അവരുടെ പരിചരണവും, കാരണം അവർ കുഞ്ഞിന് സമയാസമയങ്ങളിൽ പാല് നൽകുക, അതുപോലെ തന്നെ കുഞ്ഞിന് കാങ്കറു മദർ കെയർ നൽകുക, അതായത് വാവയ്ക്ക് നെഞ്ചത്ത് വെച്ചിട്ട് ചൂട് നൽകുക തുടങ്ങിയ കാര്യങ്ങളും അവർ ചെയ്തു വന്നിരുന്നു. അപ്പോൾ രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു കാര്യം സാധ്യമായത്. നവംബർ 17 ലോക പ്രീമാച്യൂരിറ്റി ദിനം. എല്ലാ വർഷവും ഈ ഒരു പ്രീമാച്യൂരിറ്റി ദിനം ഞങ്ങൾ ആചരിച്ചു വരുന്നത് ഇതുപോലെ നമ്മുടെ ഈ ഒരു ലോകത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അവരെ പരിചരിക്കുന്ന മാതാപിതാക്കൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും വേണ്ടിയുള്ളതാണ്. ആരോഗ്യമേഖലയിലെ പുതിയ പുതിയ ഗവേഷണങ്ങളുടെയും അതുപോലെ തന്നെ ടെക്നോളജീസിൻ്റെയും സഹായത്തോടെ 23-24 ആഴ്ച തൊട്ട് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ അതിജീവനം ഇപ്പോൾ സാധ്യമാണ്. ഇങ്ങനെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പലതരം സങ്കീർണതകൾ ഉണ്ടാവാറുണ്ട്. തലച്ചോറിലെ രക്തസ്രാവം, അതുപോലെ തന്നെ കണ്ണിലെ രക്തക്കുഴലിൻ്റെ വളർച്ച കുറവ്, ശ്വാസകോശത്തിൻ്റെ വളർച്ച കുറവ്, കുടൽമാലകൾക്കുണ്ടാകുന്ന ക്ഷതങ്ങൾ, അതുപോലെ തന്നെ പലതരം അണുബാധകൾ, ഇതൊക്കെ ഈ ഒരു കോംപ്ലിക്കേഷൻസിൽ ചിലതാണ്. ഇതുപോലെയുള്ള മാസം തികയാതെ പ്രസവിച്ച അനേകായിരം കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇക്ര ഹോസ്പിറ്റലിൻ്റെ നിയോനേറ്റൽ ICUവിൽ കഴിഞ്ഞ 10 വർഷത്തോളമായി പരിചരിച്ചിട്ടുണ്ട്. കാഴ്ച, കേൾവി, കുട്ടിയുടെ ഘട്ടം ഘട്ടമായുള്ള വളർച്ച എന്നിവയുടെ നിർണയവും അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പും സംയോജിതമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. നന്ദി.